ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആള് ബൈക്കൊക്കെ എടുത്തു കേട്ടോ, പോവുകയാണ്. ആള് പോവുക. ഇക്ക ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി പോവുക. അപ്പോൾ ഇക്ക പോയി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ശേഷമുള്ളതൊക്കെ പിടിക്കാം. മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ട് എന്തായിരുന്നു നോക്കിയിട്ട് മണിയനെ ഒന്ന് നോക്കിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മണിയനെ ഒന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് ചായ കുടിക്കാം. മണിയൻ്റെ റൂമൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ. മണിയൻ കിടക്കുവാണ് കേട്ടോ. മണിയന് വയ്യ. മണിയനെ എല്ലാം വെച്ച് കൊടുത്തു. ഇനി ആ ട്രേ ഒക്കെ തുടച്ച് വൃത്തിയാക്കി കഴുകും. അത് ചിലപ്പോൾ മണിയനെ തുടയ്ക്കും. ഇക്ക ഉണ്ടെങ്കിൽ മണിയനെ കുളിപ്പിക്കും. എനിക്ക് പേടി, അവൻ്റെ മുഖത്തേക്ക് ഒരുപാട് വെള്ളം ചെന്നാൽ ചിലപ്പോൾ അവനെന്തെങ്കിലും പറ്റും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മണിയനെ നോക്കിയിട്ടെന്നാൽ ചായ കുടിക്കാമെന്ന് കരുതി ഞാൻ വന്ന് നോക്കിയതാണ്. മീനിനെ നോക്കി, മണിയനെ നോക്കി. ഇനി ഞാൻ ചായ കഴിക്കട്ടെ കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ കുടിക്കും കേട്ടോ. ചായ കുടിക്കാൻ മുട്ടക്കറിയായിരുന്നു വെച്ചത്. എനിക്ക് മാത്രം മതി. ചപ്പാത്തിക്ക് കൂടെ കഴിക്കണ്ടേ മുട്ടക്കറി. ഇങ്ങനെ ഒരു വെറൈറ്റി മുട്ടക്കറി ഞാൻ റെസിപ്പി യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങ് വെച്ചു. അപ്പോൾ നമുക്ക് ചപ്പാത്തി കഴിക്കട്ടെ, ചായ കഴിക്കട്ടെ കേട്ടോ. ഇതാണ് ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കറി. കടലക്കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കറി കേട്ടോ. അപ്പോൾ വെളിയിൽ വൈബൊക്കെ നല്ല വെയിലാണ്. വെളിയിൽ നല്ല വെയിലാണ്. ചായ കുടിച്ച് ഇനി ഒരു പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് പണി ബാക്കി കിടക്കുക. അത് കുളിക്കണം, ഒരുപാട് പണിയുണ്ട്. കറി വയ്ക്കണം ഒക്കെ ചെയ്യണം. അപ്പം ചായ കുടിച്ചില്ല. ചായ കുടിച്ചിട്ട് മെഡിസിനുണ്ട്, ഗുളികയുണ്ട്. അത് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത വീഡിയോയിലേക്ക് പോവാൻ. അപ്പോൾ ഞാൻ ചായ കഴിക്കും കേട്ടോ. മുട്ട ചപ്പാത്തിയാണ്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാനോ ഇരുന്നേ, കടലക്കറിയും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇക്ക ഉള്ള ദിവസം ഞാൻ പത്തിരിയാക്കും. പുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പപ്പടം കാച്ചണം. തൈരുമുളക് പൊരിച്ചു വെച്ചു. പപ്പടം കാച്ചി മീനും പൊരിച്ച് ചോറ് തിന്നാനായിട്ട് നിൽക്കാം കേട്ടോ. തൈരുമുളക്. ഇനി പപ്പടം കാച്ചി പപ്പടം പൊരിച്ചെടുക്കട്ടെ. എന്നിട്ട് മീനും ഉണ്ട്, മീനും വറുത്ത് ചോറ് തിന്നാന്നിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ചോറുണ്ട് കാണും. ഇപ്പോൾ 2 മണി കഴിഞ്ഞു സമയം കേട്ടോ. ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം ഉൾപ്പെടുത്തിയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത് ഇപ്പം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞു. അപ്പം ഞാൻ കിച്ചണിൽ ജസ്റ്റ് പോയി തൈരുമുളക്, മീൻകറി ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് തോരൻ അതും ഇതും ഒക്കെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. കറി മീൻകറി കുറേ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ നൈറ്റിൽ ഞാൻ ഇത്തിരി പരിപ്പ് കറി വെച്ചായിരുന്നു. അത് ഞാൻ വീഡിയോ പിടിച്ചില്ല എന്നുള്ളൂ. അത് ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് തൈരുമുളകും മീൻ വറുത്ത് വെച്ചു, പപ്പടം കാച്ചി, ഇതൊക്കെ കൂട്ടി ചോറ് ഇനി കഴിക്കും. അപ്പോൾ ചോറെടുത്തു. ഇതേ മീൻ വറുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ചട്ടിയിൽ മീൻകറി ഇരിപ്പുണ്ട്. ഇതിൽ എനിക്ക് മീൻകറി വേണമെന്നില്ല. തൈരുമുളകും പപ്പടവും, അച്ചാറുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മാങ്ങയുണ്ട് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട്. ഈ 2 കഷ്ണം എനിക്ക് മാത്രമായിട്ടോ ഞാൻ പൊരിക്കുന്നുള്ളൂ. ഇത് കഴിച്ചിട്ട് കഴിക്കാൻ പോകുക കേട്ടോ. ചോറ് ഇക്ക പുറത്തേക്ക് പോകുക കേട്ടോ. ഇക്കടെ കൂട്ടുകാരനെ കാണാൻ പുറത്തേക്ക് പോകുക ഇക്ക. സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എടുത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഇക്ക പോവാന്ന് പറയണത്. അത് എടുത്ത് വെച്ചില്ല.
അപ്പോൾ എൻ്റെ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞെല്ലാം വൈകിട്ടാട്ടോ. അപ്പോൾ ഇവിടെ ബെഡ്റൂമിൽ അലമാരിയിൽ കുറേ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഏകദേശം. അപ്പോൾ ഞാൻ കിച്ചണിൽ പോവാണ് ചായ വയ്ക്കാൻ. അപ്പം ഇനി എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബായ്.